ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. ഒരാളും കൂടെ ഉണ്ട്, പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനാണ് ശ്രീ മന്മഥനാശൻ. അതാണ് പുള്ളിക്കാരനാണെന്ന് ഞങ്ങളവിടെ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പം മുളയായിട്ടാണ് വന്നിരിക്കുന്നത്. മുള ബിരിയാണിയും എന്തിനാ മുളം കോഴി അല്ലേ, മുളം കോഴിയുമാണ് നാശാന്റെ ഒരു ഐഡിയ ആണ്. അപ്പം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മുളംകോഴി അതാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മുളംകോഴി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ആണ് പരിചയപ്പെടുന്നത്. മാക്സിമം ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുന്ന ഉപ്പ്, എല്ലാത്തിനും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളല്ല, ഉപ്പില്ലാതെ ഒന്നും ശരിയാകത്തില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടിയുണ്ട്. ഇത് ഗരം മസാല ഞങ്ങൾ തന്നെ പൊടിച്ചിട്ടുണ്ട്. ഇവിടെ പറയാറുണ്ടല്ലോ, പെരിഞ്ചീരകം, തക്കോലം, പട്ട, ഏലക്ക എല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നല്ലതുപോലെ പൊടിച്ചിട്ടില്ല, ചെറിയ തരി, ചെറിയ നല്ല കടിക്കാനൊക്കെ കിട്ടത്തക്ക രീതിയിൽ. ഇത് ഉലുവാപ്പൊടിയാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചെറുതായിട്ട് ചതച്ചെടുത്താണ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി സവാളയും കൂടെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു അര ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 2 തക്കാളി, അര ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. വളരെ ചെറുതായിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ സ്വന്തം കറിവേപ്പിലയാണ്. അതുകൊണ്ടാണ് വളണ്ടാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. നമുക്ക് ആദ്യം കോഴി ഒന്ന് റെഡിയാക്കി പേസ്റ്റാക്കി ഈ മുളയിലകത്ത് നിറയ്ക്കണം. അതിൻ്റെ പരിപാടിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പുറത്തേക്കൊന്നും പോയതില്ല. നമ്മൾ ആശാൻ്റെ വീട്ടിൽ കൂടെയാണ് കൂടിയിരിക്കുന്നത്. ഒരു ചെറിയ കാർ ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്യാം, ഗ്യാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി. ഇപ്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ ചിക്കനൊക്കെ വെച്ചെടുക്കുമ്പോഴല്ലേ അതിനൊരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എണ്ണ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നാടൻ പഴയ രീതിയിൽ തന്നെ കടുകൊക്കെ ഇട്ട് തന്നെ വയ്ക്കാം. കുറച്ച് കടുക് അതിലേക്ക് ഇടാം. കടുകൊക്കെ വീണ് തുടങ്ങിയപ്പോഴേ കടുകൊക്കെ പൊട്ടി എണ്ണ വളരെ നല്ലപോലെ ചൂടായി കിടക്കുന്നു. കടുക് പൊട്ടി നമുക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് വറമുളകും കൂടെ നമുക്കിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മളതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ചെറിയ ഉള്ളി, കുറച്ച് സവാളയും മാത്രമേ ഉള്ളൂ. ഉള്ളിയാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൽ കുറച്ച് ഉപ്പ്, ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ അതിലേക്ക് ചേർക്കാം. ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട, ഒരു ചെറിയ രീതിക്ക് ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമ്മുടെ ഏകദേശം ഈ പരുവത്തിൽ. അപ്പോൾ നമുക്ക് ഇതിൽ ഇനി ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ആണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 3 സ്പൂണോളം പിരിയമുളക് പൊടി, അതായത് നമ്മളിവിടെ പിരിയമുളക് എന്ന് പറയുന്നത് കാശ്മീരി ചില്ലിയുടെ പൊടി ചേർക്കാം. പിന്നെ ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് ഓക്കെ. പിന്നെ നമ്മൾ ഗരം മസാലയാണ്. ഗരം മസാല നമ്മൾ പൊടിച്ച് എടുത്ത ഗരം മസാല, അതൊരു 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് 2 സ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഈ പൊടികളും ഈ ഉള്ളിയും തമ്മിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം ഒന്ന് അതിലൊന്ന് ലേശം ഒന്ന് പിടിച്ച് വരട്ടെ. ഉള്ളി നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം പോലും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഗ്രേവിയൊക്കെ ഇതിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കഴുകി ഊറ്റി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്തിരുന്ന് വേവാനല്ലേ, മുളയുടെ അകത്തിരുന്ന് വേവാനാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കൂടെ വ്യജനാംശം ഇല്ലാത്ത ഈ ചിക്കൻ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനും ഈ ഉള്ളിയും മസാലകളും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യും. ഇനി തീരെ ആവശ്യമില്ല. നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുവരെ തീ ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ തീരെ ആവശ്യമില്ല. ഇനി നമ്മളിത് വേകുന്നത് മുളയുടെ അകത്തിരുന്നാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർക്കാം. ഒരല്പം നാടൻ കറിവേപ്പില, നാടനാകുമ്പോൾ ഒരല്പം മതി, നല്ല മണമൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കും. അതൊന്നായി വരട്ടെ. അപ്പോൾ ഒന്ന് ഇളക്കി നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും. നമുക്ക് കുറച്ച് പണികളുണ്ടല്ലോ ഇനി. ഇപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഓക്കെ. അപ്പം നമ്മുടെ മുള ബിരിയാണി അതിനുള്ള കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോയി മുള ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പല ഹോട്ടലിലും. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടൊക്കെ ഇതിനകത്ത് റൈസ് വിട്ട് ഇടയ്ക്ക് കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇലയിലേക്ക് ഇങ്ങനെ തട്ടിത്തരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ മുളയുടെ അകത്ത് തന്നെ വേവിച്ചെടുക്കാം അല്ലേ.
മുളയുടെ അകത്ത് വെച്ച് തന്നെ നമുക്ക് ഈ അരി എങ്ങനെ വേവിച്ചെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കൈമ അരിയാണ്. കൈമ അരിയാണ് നമ്മുടെ ചെറിയ അരിയാണ്. ഇത് നമ്മൾ നല്ലതുപോലെ 3/4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുളയിലേക്ക് നമ്മളെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യിലിങ്ങനെ വറുത്ത് വെച്ചിരിക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ. അപ്പോൾ അതിൽ നിന്നും 1 സ്പൂൺ നെയ്യ് നമ്മൾ ഈ മുളയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മുളയുടെ അകത്ത് ഒട്ടിപ്പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ, പച്ചമുളയല്ലേ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം നെയ്യും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്ന് പറയുന്നത് ആവശ്യമായിട്ട് കുറച്ച് ഫ്രൂട്ട്സുകൾ, അതുപോലെ ഫ്രൂട്ട്സായിട്ട് ഇപ്പോൾ പൈനാപ്പിള്, അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, അത് പുതിന ഇല ചേർത്തിട്ടുണ്ട്, തക്കാളി, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ മിക്സാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ 1 സ്പൂൺ, നല്ലതുപോലെ 1 സ്പൂണ് നമ്മളിതിനകത്ത് അടിയിലത്തെ ലെയറായിട്ട് അതാണ് ഇടുന്നത്. അപ്പോൾ അത് ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി എന്ന് പറയുമ്പോൾ കുതിർത്ത് വെച്ച അരിയാണ്. അപ്പോൾ അതിൻ്റെ അനുപാതത്തിന് വെള്ളമൊക്കെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ അളന്നെടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1.25 ഗ്ലാസ് അരിയൊക്കെ നമുക്ക് ഈ മുളയിലേക്ക്, വലിയ മുളയാണ്, അതിലേക്ക് ഇടാം. ഒരു ഏകദേശം അപ്പോൾ അരി ഇടുമ്പോഴും നമ്മൾ ഒരുമിച്ച് മൊത്തത്തിൽ ഇടുകയല്ല, അതും ലെയറായിട്ടാണ് ഇടുന്നത്. അപ്പോൾ 1.25 ഗ്ലാസ് അരിയാണ്. അപ്പം അതിലൊരു 1/2 ഗ്ലാസോളം അരി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ആദ്യം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് വീണ്ടും 1 ലെയർ വീണ്ടും ഇടാം. ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് ആ നെയ്യോട് കൂടി തന്നെ നമുക്കത് 1 ലെയർ അതുകൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി വീണ്ടും ബാക്കിയുള്ള അരി കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഫില്ലായി. അപ്പോൾ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ പൈനാപ്പിളും ക്യാരറ്റും എല്ലാം കൂടെ ഉള്ള മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. ലാസ്റ്റ് മുകളിൽ വീണ്ടും ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് ഇതെല്ലാം ചേർത്ത് ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു 1/4 ഗ്ലാസ് അരിയും കൂടെ ഇടുന്നു. ഓക്കെ. അതുപോലെ തന്നെ മുകളിൽ വീണ്ടും 1 ലെയർ കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ 5 മുള ഇതുപോലെ ഉണ്ട്. ആ 5 മുളയിലും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുളയിലേക്ക് നിറയ്ക്കാം. നമ്മൾ റൈസ് അരി നിറയ്ക്കാനായിട്ട് ഉപയോഗിച്ച അതേ സൈസ്, അതേ അളവിന് തന്നെയാണ് മുള മുറിച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മളെ പാത്രത്തിനകത്ത് എല്ലാം ഒരേ അളവിന് ഇരിക്കത്തുള്ളൂ. നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കാം. റൈസ് നിറച്ചതുപോലെയല്ല, ചിക്കൻ നമുക്ക് മുളയുടെ മൊത്തം ഭാഗവും, അതായത് നിറച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ കുറേശ്ശായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കണ്ടില്ലേ, എല്ലാ മസാലകളും ചിക്കനിൽ ഇപ്പോഴും തന്നെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴണ്ട് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അരിയോടൊപ്പം തന്നെ ഇതും കൂടെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുളകളിൽ കൂടെ ഇതുപോലെ നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഒരു 3 മുളയിലാണ് നമ്മൾ ചിക്കൻ നിറയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം നിറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തട്ടി അമർത്തുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ മാക്സിമം ഇതിനകത്ത് നിറച്ചെടുക്കാം. അപ്പോൾ എല്ലാ മുളകളിലും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരി മറ്റ് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം, നമ്മൾ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിന് കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 1.25 ഗ്ലാസ് അരി വീതമാണ് ഓരോ മുളയിലും നമ്മളിട്ടത്. അപ്പോൾ അളന്നെടുക്കാൻ പറഞ്ഞത് വെള്ളം അതിൻ്റെ കണക്കിന് ഒഴിക്കും. നമ്മൾ നല്ലതുപോലെ കുതിർന്ന അരി ആയതുകൊണ്ട് നമുക്കിനി അരിയുടെ അതേ അളവിന് മാത്രം വെള്ളം മതി. 1.25 ഗ്ലാസ് അരിക്ക് നമുക്ക് 1.25 ഗ്ലാസ് വെള്ളം മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ സാധാ കൈമ അരി വയ്ക്കുന്നതെന്ന് പറയുന്നത് ദമ്മിടുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് തുല്യമായ വെള്ളം, അതിൻ്റെ കറക്റ്റ് വെള്ളം മാത്രം മതിയാവും. നമുക്ക് എല്ലാത്തിനും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശമായി, റൈസ്. ഇനി നമുക്കിതിനെ വെള്ളത്തിലേക്ക് വയ്ക്കണം. അപ്പോൾ വെള്ളത്തിൽ സിംഗിളായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരു സമയത്ത് വെന്ത് കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്കിതിനെ കെട്ടി മറിഞ്ഞു പോകാതെ റെഡിയാക്കാം. അതായത് ഒറ്റ കെട്ടായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അല്ലേ, നമ്മൾ ഇന്നലെ ഒന്ന്
ട്രയൽ ചെയ്തായിരുന്നു. അത് എൻ്റെ മുളയാണിത്. അതാണ് പച്ചപ്പ് അതിന് നഷ്ടപ്പെട്ടത്. വളരെ സക്സസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 3 എണ്ണത്തിൽ ചിക്കനും നമുക്ക് 5 എണ്ണത്തിൽ റൈസുമാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മറിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുക്കുന്നതിൻ്റെ ഉപയോഗമുണ്ട്. ഇത് നമുക്ക് തിരിച്ച് ചൂടാണല്ലോ, അപ്പോൾ അതിലേക്ക് എടുത്ത് വയ്ക്കുന്നതിനൊക്കെ ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ എടുക്കാനുമൊക്കെ സൗകര്യം കിട്ടും, മറിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം നല്ലതുപോലെ സെറ്റാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുള ബിരിയാണിക്ക് ആവശ്യമായിട്ട് നമ്മൾ അരി, അതിനാവശ്യമായ വെള്ളം, ബാക്കി എല്ലാ സാധനങ്ങളും മുളയിൽ നിറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമായ മസാലകളെല്ലാം പുരട്ടിയിട്ട് ഞങ്ങൾ നിറച്ചിട്ടുണ്ട് മുളയിലേക്ക്. ഇനി നമുക്കിത് തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കി വെച്ചിടും. കയ്യൊന്നും പോകരുത്. അപ്പോൾ നമുക്കിതുപോലെ പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരെണ്ണം കണ്ട പൊങ്ങി നിൽക്കുന്നു, അപ്പോൾ അടപ്പടയത്തില്ല, നല്ല ക്ലീനായിട്ട് അടയപ്പോൾ എല്ലാം ഒരേ കണക്ക് തന്നെ വയ്ക്കാം. ഇനി നമുക്കൊരു ഇതിന് അടപ്പ് നല്ലതുപോലെ അടച്ചിട്ട് ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. നമ്മൾ മുളയുടെ അകത്തേക്ക് ചൂടായി വരണ്ടേ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും വെള്ളം നല്ലതുപോലെ തിളച്ചാൽ മാത്രമേ ഇത് വേഗത്തുള്ളൂ. കാര്യം ഈ വെള്ളം ചൂടായിട്ട് അതിനുശേഷം മുള ചൂടായി, മുളയുടെ അകത്തിരിക്കുന്ന വെള്ളം ചൂടായി ഒക്കെയാണ് അരിയൊക്കെ വേവേണ്ടത്. അപ്പോൾ അതിനൊരു 3/4 മണിക്കൂർ മൊത്തം വേണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കതൊന്ന് അടപ്പൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. എന്താ കഥ, നല്ലതുപോലെ വെന്തു. ആശാൻ്റെ അളവൊക്കെ കറക്റ്റാണ്. 1.25 ഗ്ലാസ് എന്ന് പറയുന്ന മുളയുടെ അളവെല്ലാം കറക്റ്റായിരുന്നു. അരിയെല്ലാം വെന്ത് നല്ല കവറായി നിൽക്കുകയാണ്. അതുപോലെ ചിക്കനും ഒക്കെ ഏകദേശം വെന്തിട്ടുണ്ട്, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ടേ എടുക്കത്തുള്ളൂ. ആശാൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. നല്ല ചൂടാണ്, അവിടെ ഇരിക്കട്ടെ. ഒരല്പസമയം ഇതിൻ്റെ ചൂടൊക്കെ അറിയിട്ട് നമുക്ക് ഇതിനെ അഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുള ബിരിയാണിയും മുളം കോഴിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഒന്ന് കണ്ടു നോക്കിയേ. നല്ല റൈസൊക്കെ വെന്ത് നല്ല കൂമ്പാരമായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് നമ്മളുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുള ബിരിയാണിയും അണ്ണൻ്റെ മുളം കോഴിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളത് കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടോളാം. നമ്മൾ നല്ലതാണെങ്കിലേ നല്ലതെന്ന് പറയൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറതിലേക്ക് തട്ടാം. ഇത് ചെറുതായി ടൈറ്റായിരിക്കും ഇരിക്കുന്നത്. നമുക്കൊന്ന് ഇടാം. നമുക്കെൻ്റെ പുറകുന്ന ചെറുതായിട്ട് തട്ടി ഇറക്കി കൊടുക്കാം. നമ്മളെ നെയ്യൊക്കെ പുരട്ടിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിന് ഇളകി വരും. നോക്കാം അതിനകത്തുണ്ടാകുന്നു. ഇല്ല, കംപ്ലീറ്റ് ഇനി വീണിട്ടുണ്ട്. റൈസൊക്കെ നല്ല തട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മുടെ മുളം കോഴി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഈ ഇലയിലേക്ക് ഒന്ന് തട്ടി നോക്കാം. ഉള്ളിയെല്ലാം നമ്മൾ നല്ല നേരത്തെ എണ്ണയിൽ വഴറ്റിയെടുത്തുകൊണ്ട് അത് വടാനുള്ള സമയമൊന്നും എടുത്തില്ല. ഇപ്പോൾ ചിക്കനൊക്കെ ചെറിയ പീസായതുകൊണ്ട് തന്നെ മുളയുടെ അകത്തിരുന്ന് വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. റൈസിനൊപ്പം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ അതും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതായത് ഒരു മുള ബിരിയാണിയും ഒരു മുളം ചിക്കനും മാത്രമേ തട്ടുന്നുള്ളൂ. എല്ലാവരെയും വീടുകളിലെ മക്കളുമാരെല്ലാം കാത്തിരിപ്പുണ്ട്, ഓരോ കുറ്റിക്ക് വേണ്ടി, ഓരോ മുളം കുറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. വിനോദാണ്, നമ്മുടെ കല്ലറയുള്ളതാണ്. അപ്പോൾ സുഹൃത്ത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കഴിച്ചു പോകാം. അപ്പോൾ ഗസ്റ്റ് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആദ്യം ഒന്ന് കഴിക്കും. കഴിക്കണ്ട, നമുക്കെല്ലാവരും കഴിക്കാം. ആദ്യം റൈസ് തന്നെ നോക്കാം. റൈസ് എങ്ങനെ ഉണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു മുളയുടെ ഒരു ടേസ്റ്റും എല്ലാം വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവർ അല്ലേ? അതാണ് അവര് വ്യത്യസ്തതയുണ്ട് നമ്മുടെ റൈസിന്. അതായത് നമ്മള് മുള അവിയിലിരുന്ന് ബന്ധപ്പെടുത്തേക്ക് ആ മുളയുടെ ഒരു ഫ്ലേവറോട് നമ്മുടെ ഈ അരിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ മറ്റ് എസൻസുകളൊന്നും ചേർത്തില്ല, നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നല്ല മണമുണ്ട് അല്ലേ? അപ്പൊ ഇനി ചിക്കനോട് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അല്ല, ചിക്കനും ആ ചോറുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. ആചാൻ കഴിച്ചു നോക്കാം. ആചാനാണ് അഭിപ്രായം പറയുന്നത്. ഓക്കെയാണ്. അപ്പൊ മുളയൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ മുളയൊക്കെ കിട്ടുമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ മുള നശിച്ചു പോയിട്ടില്ല, മുളയൊന്നും കത്തിച്ച് നമ്മൾ കളഞ്ഞിട്ടില്ല.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഇതിൽ തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് പാഴാക്കാതെ വെക്കും. അപ്പോൾ ഈ ഒരു രുചി നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതുമകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരില്ലേണ്ണ? തീർച്ചയായിട്ടും. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.